നമസ്കാരം. പരുത്തിക്കാടിന് വേണ്ടി ഒരു സ്ത്രീപക്ഷ മോങ്ങൽ അല്ലെങ്കിൽ കരച്ചിൽ ഒരു സൈഡിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകയുടെ പോസ്റ്റ് വായിക്കാം. സ്ത്രീപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഇടതുപക്ഷമാണ് ഒരു വനിതയ്ക്കെതിരെ വ്യക്തി അധിക്ഷേപം തുടരുന്നത്. അതിൽ സ്ത്രീകളും ഉണ്ടെന്നുള്ളത് ഞെട്ടിക്കുന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വൈകൃതം പുറത്തെടുക്കും എന്നുള്ളതിൽ അനുഭവസ്ഥയാണ്. നിങ്ങൾക്ക് വിജയിക്കാം, അത് പക്ഷേ നിലപാടിനോടാകണം, വാർത്തകളോട് ആകണം. അല്ലാതെ അങ്ങ് പറഞ്ഞും എഴുതിയും ഇല്ലാണ്ടാക്കി കളയാമെന്ന് കരുതിയാൽ ഹൃദയപക്ഷമേ നിങ്ങൾക്ക് തെറ്റി. ഇതിലും വലുത് കണ്ടവരാ ചോപ്പ് കണ്ട് തിരിഞ്ഞോടില്ലെന്ന്. ഇതാണ് ആ സ്ത്രീപക്ഷ നിലപാട്. സ്വാഭാവികം, നമ്മൾ അതിനൊന്നും പറയണ്ട. രണ്ടുപേരും, ആ പോസ്റ്റ് എഴുതിയ ആളും അല്ലെങ്കിൽ ആരെ പിന്തുണച്ചോ രണ്ടുപേരും കോൺഗ്രസിന് വേണ്ടി വായ്ത്താരിയിടുന്ന രണ്ട് വനിതാ രത്നങ്ങളാണ്. ഇതേ വനിതാ രത്നങ്ങൾ ആര്യ രാജേന്ദ്രന്റെ വിഷയം, ഈ സമൂഹം അവരെ അധിക്ഷേപിച്ച സന്ദർഭം, വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി മാധ്യമ പ്രവർത്തകയായിരുന്നു. ഇവർ ഉൾപ്പെടുന്ന സമൂഹം എന്തോ ഒരു അധിക്ഷേപമാണ് അവർക്കെതിരെ ഉയർത്തിയത്. അവർ ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ അവരുടെ ചുമലിൽ ചാരി വെച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടിയതുപോലെയോ കൊത്തിപ്പറിച്ചതുപോലെയോ അതിന്റെ നാലയലത്ത് വരില്ല. സ്മൃതി പരുത്തിക്കാടിന് സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു പ്രതികരണം. എന്തിനു കൊടുത്തു? ആ പ്രതികരണം ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരാശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ, ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത് വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്? ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ലല്ല, ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് പ്രതീതിയാണ്. ഒരു കാര്യം ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം? കേട്ടല്ലോ, വയനാട് ദുരിതബാധിതർക്ക് സർക്കാർ കൊടുത്ത വീട്, ആ വീട് ഉദ്ഘാടനത്തിന് തൊട്ടു മുന്നോടിയായിട്ട് അവരെ വിളിച്ചപ്പോൾ അവര് നാടകം കളിച്ചത്രേ, PR പണി നടത്തിയത്രേ. ആ മനുഷ്യർക്ക് പൊള്ളത്തില്ലേ? അവരോട് കരുതൽ കാട്ടിയവർ, അവരോട് കൂറ് കാട്ടിയവർ, അവരെ ചേർത്ത് പിടിച്ചവർക്ക് ആ ചെയ്ത പ്രവർത്തനങ്ങളെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഔദാര്യമെന്ന് തോന്നിയത്രേ, അങ്ങനെ ഒരു ചാനൽ ഫ്ലോറിൽ കയറി ഇരുന്ന് വായിൽ തോന്നിയത് അങ്ങ് വിളിച്ചു കൂവിയാൽ സമൂഹം കയ്യും കെട്ടി വായടച്ചിരിക്കുമെന്നൊക്കെ ചില തമ്പുരാട്ടിമാർ കരുതുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും പ്രത്യേക പ്രിവിലേജ് ഇല്ല. എല്ലാ മനുഷ്യരും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഓഡിറ്റബിൾ ആണ്. വായിൽ കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിൽ അതിന് സമൂഹം പ്രതികരിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷ കാടിറക്കി അവിടെ പ്രതിരോധം തീർക്കുന്നത് ഒരുതരം ഊളത്തരമാണ്. പറഞ്ഞാൽ തിരിച്ചു മറുപടി കിട്ടും. അതിലാരും അശ്ലീല പദപ്രയോഗം, പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ അവർക്കെതിരെ പ്രതികരിച്ചെങ്കിലും ഒരു അശ്ലീല പദപ്രയോഗം നടത്തിയിട്ടില്ല. ശവം തൂക്കുകാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഈ പറയുന്ന വയനാടുകാരെ മുൻനിർത്തിക്കൊണ്ട് ആ മരിച്ച മനുഷ്യരുടെ മൃതദേഹങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിരിവെടുത്തിട്ട് 2 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. ആ 2 വർഷത്തോട് അടുക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒരു കല്ലിട്ടതല്ലാതെ അതിനു വേണ്ടി പ്ലാൻ വരയ്ക്കുകയോ വീട് വയ്ക്കാനായിട്ട് ഒരു നീക്കവും നടത്താതെ കയ്യിലുള്ള പൈസ മുഴുവൻ ദൂർത്തടിച്ച് തീർത്തവർക്ക് വേണ്ടി വായ്ത്താരിയിടുന്നവരെ സ്ത്രീ എന്ന പരിഗണന, കാര്യം ഈ പരിഗണനയാണല്ലോ നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്, ആ പരിഗണന വെച്ചിട്ട് അവർക്കെതിരെ ഒരു അക്ഷരം പറയാൻ പാടില്ല. അവർ വിളിച്ചു കൂവുന്നത് എന്തും നിങ്ങൾ വളരെയധികം സഹിഷ്ണുതയോടുകൂടിയും നിങ്ങൾ വല്ലാത്ത വിധേയത്വത്തോടു കൂടിയും അതെല്ലാം കേട്ട് മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് സാറേ എന്ന് പറയും. മാധ്യമ മേഖലയിൽ ഇരിക്കുന്ന ഇവരെ പോലത്തെ ഒരു സ്ത്രീ ഇടതുപക്ഷ പാനലിസ്റ്റുകളോട് കാണിക്കുന്ന അസഹിഷ്ണുത, അവരെ പരസ്യമായി നടത്തുന്ന വ്യക്തിഹത്യ, എത്രയെത്ര സംഭവവികാസങ്ങൾ. എന്തിനേറെ പറയുന്നു, അവരുടെ സ്ഥാപനത്തിലെ തന്നെ സഹപ്രവർത്തകരെ പോലും വായിൽ തോന്നുന്ന വിളിച്ചു കൂവി ഒരു എല്ലില്ലാത്ത നാവ് വെച്ച് എന്തും വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ ഈ നാട്ടിലെ എല്ലാ ജനവും എല്ലാ സന്ദർഭത്തിലും അനുവദിച്ചു കൊടുക്കില്ല. അതിന്റെ പരിധി വിടുന്ന സമയത്ത് ചില ഷോക്ക് ട്രീറ്റ്മെന്റ് അങ്ങ് കൊടുക്കും. ആ ഷോക്ക് ട്രീറ്റ്മെന്റിനെ ഇങ്ങനെ സ്ത്രീപക്ഷമാണ് ഹൃദയപക്ഷമാണെന്നൊന്നും കൂടുതൽ ന്യായീകരണം വിളമ്പി ഇങ്ങോട്ട് വരണ്ട. ആര്യ രാജേന്ദ്രനും വീണ വിജയനും വീണ ജോർജും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളെ എങ്ങനെയൊക്കെയാണോ നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുള്ളത്, പരിഹസിച്ചിട്ടുള്ളത്, അതിന് കൊടുക്കാത്ത ഒരു പ്രിവിലേജും സ്മൃതി പരുത്തിക്കാട് വ്യക്തിക്ക് തരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. അതിന്റെ പേരിൽ നിങ്ങൾ എന്തെല്ലാം സെന്റിമെന്റ്സ് അടിച്ചിറക്കിയാലും അതിനെയൊക്കെ
പുല്ല് പോലെ മാത്രമേ കാണത്തുള്ളൂ എന്ന് ഈ അഭിനവ സ്ത്രീപക്ഷ നിലപാടുകാരെ അറിയിക്കുന്നു.